നിലമ്പൂരിൽ VS ജോയ് വരുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്, ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതും VS ജോയ് വരുമെന്നാണ് ആ ഘട്ടത്തിൽ. പക്ഷേ അവസാന നിമിഷം VS ജോയ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കുന്നൊരു രംഗമുണ്ട്. ഏറ്റവും പാകതയാർന്ന പക്വതയാർന്നൊരു തീരുമാനമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇപ്പോൾ സീറ്റ് ആദ്യം തിരുവമ്പാടിയിൽ പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയത് തവനൂർ. KT ജലീൽ മത്സരിക്കുന്ന തവനൂരിൽ വരാനൊരു ഭയം ഉണ്ടായിരുന്നു ആദ്യം. അങ്ങനെ ഭയമൊന്നുമില്ല. പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് പിന്നെ വിജയിച്ചില്ല. ഏതായാലും മലപ്പുറത്ത് ജില്ലയിൽ തന്നെ മത്സരിക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ തവനൂരിലേക്ക് വരുമ്പോൾ തവനൂരുമായിട്ട് ഞാൻ നോക്കിയിട്ട് VS ജോയിക്ക് എന്താണ് ബന്ധം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. തവനൂരുമായിട്ട് എങ്ങനെ VS ജോയ് കണക്ട് ചെയ്യും? വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. 7 പഞ്ചായത്തുകൾ UDF-ൻ്റെതാണ്. അത് പോസിറ്റീവായ ഘടകമാണ്. DCC പ്രസിഡന്റ് ആണല്ലോ, ജില്ലയിലെ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ കർമ്മമണ്ഡലമാണ്. KSU പ്രസിഡന്റ് ആയ സമയത്ത് പ്രകാശേട്ടൻ മത്സരിക്കുന്ന അന്ന് മുതൽ അന്ന് ഞാൻ KSUവിൻ്റെ പൈലറ്റ് ബ്രാസിങ്ങിനായി മണ്ഡലത്തിൽ സജീവമായിട്ട് അന്ന് തൊട്ട് പ്രവർത്തന രംഗത്ത് സജീവമാണ്. തവനൂരിനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഒരു ഹൃദയബന്ധമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാം ജന്മമാണ്. ഞാൻ 2013 KSU പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ശ്രീ AM രോഹിത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം എടപ്പാളുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ രാത്രി ഞങ്ങൾ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അർദ്ധരാത്രി 2:30 ഞങ്ങൾ ഈ എടപ്പാളിൽ രോഹിത്തിനെ വീട്ടിൽ വിട്ട് ഞാൻ നിലമ്പൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ തവനൂരിൽ തൃക്കണ്ണാപുരം എന്ന് പറയുന്ന തങ്ങൾപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എൻ്റെ കാറിൽ, ഞാൻ സഞ്ചരിച്ച കാറിൽ ഒരു ലോറി ഇടിക്കുകയാണ്. അങ്ങനെ ലോറി ഇടിച്ച് ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന് ഞാനും ഡ്രൈവറും തെറിച്ച് റോട്ടിലേക്ക് വീണ് ബോധം പോകുന്ന അവസ്ഥയായി, അർത്ഥപ്രാണനായി, വലിയ അബോധാവസ്ഥയിലായി. അതിഗുരുതരമായ പരിക്ക് പറ്റി. എൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് കയ്യിലൊക്കെ ഇപ്പോഴും കമ്പിയാണ്. അന്നത്തെ ആക്സിഡന്റിന്റെ പരിക്കാണ്. അപ്പൊ കയ്യിലും കാലിലൊക്കെ കമ്പിയാണ്, നിറയെ കമ്പിയാണ്. അതായത് VS ജോയിയെ മുറിവേൽപ്പിച്ച മണ്ഡലമാണ്. അതെ, ആ മുറിവേറ്റ് കിടന്ന എന്നെ താങ്ങിയെടുത്ത് തക്ക സമയത്ത് ചോര വാർന്ന് കിടന്നിരുന്ന എന്നെ ആശുപത്രിയിലെത്തിച്ച് എനിക്ക് ജീവൻ നൽകിയത് ഇവിടുത്തെ നാട്ടുകാരാണ്. എനിക്ക് ജീവൻ തിരിച്ചു നൽകിയത്. എനിക്കത് രണ്ടാം ജന്മമാണ്. ഈ രണ്ടാം ജന്മം നൽകിയ നാട്ടിൽ തന്നെ മത്സരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ കാലത്തിന്റെ നിയോഗമായിരിക്കും. തീർത്താൽ തീരാത്ത കടപ്പാടാണ്. പൊളിറ്റിക്കലി ഒരു റീബർത്താണ്. നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് കരുതി അവിടെ മുറിവേറ്റ് അതിനുശേഷം മുറിവ് ഉണക്കാൻ തവനൂരിലെ ജനത സഹായിക്കുമെന്നാണ്. അതെ, തവനൂർ എനിക്ക് ജീവൻ തരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കലും എനിക്ക് ജീവൻ തന്ന നാടാണ്. തീർച്ചയായും ഈ പോരാട്ടത്തിൽ തീർച്ചയായും തവനൂർ എന്നെ ചേർത്ത് പിടിക്കുന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ്.